ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ ക്യാൻവ ഉപയോഗിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ മുബാറക്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രാവൽ ഏജൻസിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു പേജ് സൈസാണ് എടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്വയർ, അതല്ലാന്നുണ്ടെങ്കിൽ 1024 എന്ന് പറഞ്ഞ ഒരു പിക്സൽ സൈസ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൈസ് വേണമെങ്കിൽ ആ സൈസിൽ എടുക്കാം. കസ്റ്റം സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി വിഡ്ത്ത് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 1024 എന്ന് പറഞ്ഞ ഈ ഒരു പേജ് സൈസാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പേജ് ഓപ്പണായി. ഇനി ഇതിലേക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പിക്ചർ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു വൈറ്റിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കണം. വൈറ്റ് ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ എലമെൻറ്റ്സിൽ വന്നിട്ട് വൈറ്റ് ഷാഡോ എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ഷാഡോനെ സെലക്ട് ചെയ്യുന്നത്. ശേഷം ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ഫ്ലിപ്പ് എന്നുള്ളതിൽ ഈ ഫ്ലിപ്പ് വെർട്ടിക്കൽസ് ഉള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് താഴെ കൊണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഒരേപോലെ തോന്നുന്ന ഒരു ഫീലിംഗ് വന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അബ്സ്ട്രാക്റ്റ് ബ്ലൂ ആൻഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകൾ വരും. നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ ഒരു നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഷാഡോ ഇല്ല, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 3 ഡോട്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇതും ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്തിട്ട് കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒന്നും കൂടെ സൗകര്യം ഉണ്ടാവും. ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലെയേഴ്സ് എന്നുള്ളത്. ഇതിൽ ഷോ ലെയേഴ്സ് എന്നുള്ളടത്ത് വരിക. എന്നിട്ട് നമുക്ക് ഇത് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ലെയർ ഒന്നുകൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ താഴത്തേക്കാക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് കിട്ടി. ഇനി അതൊന്ന് ലോക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ പോസ്റ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഹെഡിങ്, ഡിസ്ക്രിപ്ഷന്, ടൈറ്റിലൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ കേരള എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. കേരള എന്ന് എൻ്റർ ചെയ്തിട്ട് ഇതിൻ്റെ ഫോൺ സ്റ്റൈൽ കൊടുക്കണം. ഞാനിതിൽ യൂസ് ചെയ്യുന്ന ഫോൺ സ്റ്റൈല് സ്റ്റെല്ല. ഇതിൻ്റെ സൈസ് ഞാൻ ഒരു 180 കൊടുക്കണം. ഇനി ഇതിനൊരു സബ് ഹെഡിങ് കൊടുക്കണം. അത് ഞാൻ വെൽക്കം ടു കേരള എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫോൺ സ്റ്റൈലും ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റൈൽ എന്നുള്ളടത്ത് ഫോണ്ട് എന്നുള്ള ഇവിടെ വന്നിട്ട് ഈ ഒരു ഫോണ്ട് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യണം.
അപ്പോൾ ഞാൻ ഇതിലേതെങ്കിലും സ്യൂട്ട് ആവുന്ന രീതിയിലൊരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ഇതിൻ്റെ ഫോൺ സ്റ്റൈലൊന്ന് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ കളർ ബ്ലാക്ക് ചെയ്യുക. അതുപോലെ ഈ വെൽക്കം ടു കേരള എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ലെറ്റർ സ്പേസിങ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു എലമെൻ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കേരളത്തിലേക്കുള്ള ഒരു പാക്കേജ് പോലെ എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിലുള്ള ഒരു പോസ്റ്ററാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇതേപോലെ ഫ്ലൈറ്റിൻ്റെ ഒരു എലമെൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കളറ് ഞാൻ റെഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ചെറിയൊരു ടെക്സ്റ്റ് ബോക്സും കൂടെ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ബോഡി ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഡമ്മി ടെക്സ്റ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു 14 കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കിപ്പോൾ ഈ ഒരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഏത് എലമെൻറ്റ്സ് ആണോ ആ എലമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പൊസിഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പൊസിഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ അറേഞ്ച് അതുപോലെ ലയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ലയേഴ്സിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഫ്ലൈറ്റിൽ കൊണ്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എലമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതായത് ഇമേജ് ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇമേജാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എഡിറ്റ് ഇമേജ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷാഡോ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു എഫക്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു എഫക്റ്റ് പോലെ വന്നിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു ഇമേജ് ഒന്നുകൂടെ മാറ്റിയിട്ട് ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഇനി ഇതിന് ഞാൻ നേരത്തെ ചെയ്ത അതേപോലെ ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അലൈൻമെൻറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ അലൈൻമെൻറ്റ് റെഡിയായി. ഇനി എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രിഡ് കാണാൻ പറ്റും. ഈ ഒരു ഗ്രിഡിൻ്റെ പ്രത്യേകത ഇതിലേക്ക് ഇമേജ് പെട്ടെന്ന് നമുക്ക് കോപ്പി ചെയ്തിടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഗ്രിഡാണ്. ജസ്റ്റ് ചെറുതാക്കാം. ലെയറിൽ പോവാം.
ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇനി ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ അടിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. നേരെ ഇതേപോലെ ഇതിലേക്ക് കൊണ്ട് നോക്കാം. ഇവിടുന്ന് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ കേരളത്തിലുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് പകരം ഇവിടെ എന്ത് ചെയ്യാണ്, ട്രാവൽ ലോഗോ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ട്രാവൽ ലോഗോ പോലെ ആഡ് ചെയ്യാണ്. ഞാൻ ഈ ഒരു ലോഗോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്യാണ്, വൈറ്റാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ താഴെ എന്നിട്ട് എന്ത് ചെയ്യുക, എഫക്റ്റ് എടുക്കുക. എഫക്റ്റ് എടുത്തിട്ട് ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ സോഷ്യൽ മീഡിയ ഐക്കൺസുകളൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി സോഷ്യൽ മീഡിയ ലോഗോസുകളൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്പെറൻസി വേണമെങ്കിൽ ഒരു 80 ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ എല്ലാ ലോഗോയുടെ ട്രാൻസ്പെറൻസിയും ഒന്ന് കുറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പോസ്റ്റർ റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ഫയൽ ടൈപ്പാണോ വേണ്ടത് ആ ഫയൽ ടൈപ്പിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈസ് എന്നുള്ളടത്ത് കൂട്ടി കൊടുക്കാം. ഇത് പ്രോ വേർഷനിലും എഡ്യൂക്കേഷൻ വേർഷനിലും മാത്രമാണ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തതിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സൈസിൽ മാത്രമാണ് കിട്ടുക. അതായത് ക്വാളിറ്റി പിക്സൽ സൈസിൽ മാത്രമേ കിട്ടുള്ളൂ. എന്നിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.